അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇത് വായിക്കാത്തവർ ഇന്ന് വളരെ കുറവായിരിക്കും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കിടയിലും വളരെ ചർച്ചയായ ഒരു 4 പുസ്തകങ്ങളുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി, പ്രേമനഗരൻ, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്, ഒരിക്കൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ പുസ്തകത്തിന്. അതായത് ഇത് ഞാൻ വായിക്കാൻ എടുത്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർത്തൊരു പുസ്തകമാണ് ഒരിക്കൽ. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പുസ്തകം ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ചെറിയ പുസ്തകമാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ വായിച്ചിട്ട് ഇനി മാറ്റി വെക്കേണ്ട, എനിക്കത് മുഴുവൻ വായിക്കണത് അറിയണം എന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവും. അത്രയും മനോഹരമായിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് കഥാകൃത്ത് എഴുതിയിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. തൻ്റെ ചക്കിക്ക് വേണ്ടി ആ ഓർമ്മകൾ ഒന്നുകൂടെ എഴുതി ഈ പുസ്തകങ്ങളാക്കി. അത്രയും തൻ്റെ കോളേജ് കാലത്തെ ഒരു പ്രണയം, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ സ്വപ്നം കണ്ട രണ്ടുപേരും, പിന്നീട് രണ്ടുപേരും പരസ്പരം കൊട്ടിയടച്ച വാതിലുകൾ പിന്നീട് തുറക്കില്ല എന്ന് ഉറപ്പിച്ച വാതിലുകൾ അടച്ചു പോകുമ്പോൾ പിന്നീട് ഒരിക്കലും കാണില്ല എന്ന് അവർ വിചാരിച്ചു കാണും. പക്ഷെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. വർഷങ്ങൾക്കിപ്പുറം അവരൊരുമിച്ച് കാണുമ്പോൾ അവരുടെ സംഭാഷണങ്ങൾ, അന്ന് പരസ്പരം നോവിച്ച കുറേ കാര്യങ്ങളും ഓർത്തെടുക്കുമ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഒരു കാലത്തൊക്കെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു പിരിഞ്ഞതിന് ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല എങ്ങനെ ആ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്തായാലും എന്ന് അവരും അതേപോലെ തിരിച്ചു ആഗ്രഹിക്കുന്ന എത്ര കാമുകന്മാരുണ്ടാവും. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായി നൊസ്റ്റാൾജിക്കാണ്, ശരിക്കും ആ വാക്കാണ് കറക്റ്റ്, നൊസ്റ്റാൾജിക് ഫീൽ അടിച്ചു. ഒരു പഴയ കാലത്തിലോട്ടൊരു പറിച്ച് നടലായിരുന്നു ശരിക്കും. കോളേജ് കാലത്തിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും, പ്രണയത്തിൻ്റെ ഒന്നുമില്ല, ആ ഒരു ഭാഗ്യം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രണയിച്ചിട്ടില്ലെങ്കിലും പ്രണയം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു വികാരമാണ്. അപ്പോൾ ഈ പ്രണയം, അതിൻ്റെ വളരെയധികം മനോഹരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ വളരെ നല്ല രീതിയിൽ ഈ ബുക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളെ വായനക്കാരെ വളരെയധികം ഫീല് തരുന്ന, നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നി ഈ ബുക്ക് വായിക്കുമ്പോൾ. ഇതിലെ വാക്കുകൾ അത്രയ്ക്കും, ഇപ്പം ഞാൻ വായിച്ച വാക്കുകളാണെങ്കിലും ഇതിൽ പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ വാക്കുകൾ കൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും, ഞാനൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിക്കണം. അത്രയും മനോഹരമാണ് ഈ ബുക്ക്. കാരണം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് മാത്രമല്ല, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകും. നമ്മുടെ മൈൻഡ് ഒന്ന് വളരെ ഇതാവും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, പിന്നെ നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം വൈറലായ വാക്കുകളാണ്. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. ഇങ്ങനെ നമ്മളെ മനസ്സിനെ തൊടുന്ന ഒരു എഴുത്താണ് ഒരിക്കൽ എന്ന ബുക്കിലൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങളത് വായിക്കുക. ഞാനിത് വായിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി, 1 മാസത്തിന് മേലെയായി. ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓരോ സുഹൃത്തുക്കളായിട്ട് ഈ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കായി കൊടുത്ത് ഇനി എപ്പോഴും തിരിച്ചു കിട്ടുന്ന അറിയില്ല. അപ്പോൾ അതിനു മുമ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ബുക്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഞാൻ അത്രയും വലിയൊരു സാഹിത്യ നിരൂപകനൊന്നുമല്ല. അപ്പോൾ അതിനെ കീറി മുറിക്കാനും എനിക്കത് അറിയില്ല. പക്ഷെ നിങ്ങൾ വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിക്കുക. ഈ പുസ്തകം വായിച്ചതുകൊണ്ട് എനിക്ക് ഇതിനു ശേഷം ഞാൻ വായിച്ച പുസ്തകം പെട്ടെന്ന് വായിച്ചു തീർത്തു. ആ ഒരു ഇഷ്ടം, വായനയിലൂടെ ഇഷ്ടം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വായനയ്ക്ക് മധുരം കൂടും. അപ്പോൾ നല്ലൊരു മധുരമുള്ള പുസ്തകമാണ് ഒരിക്കൽ. തീർച്ചയായും വായിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അത് വായിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം നമുക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഏത് ബുക്കാണ് ഇനി വായിക്കാറ്. ഞാൻ കൂടുതലും വാങ്ങിക്കാറിനേക്കാൾ കൂടുതൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുക്കാറാണ്. സോ ഇത് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ബുക്ക് വാങ്ങിച്ചാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. സോ നിങ്ങൾ അപ്പോൾ നല്ല ബുക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഈ ചാനലിലൂടെ നിറയെ പുസ്തകങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഒക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ
ഒന്ന് വായിച്ച് നമ്മളെ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിക്കോളും. മധുരമാണ്.